അരികിൽ പതിയിടനെഞ്ചെല്ലാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം മഴയേ പുണരും പൂവിൻ മൗനം ഇതൾ വിരിയും ഈരാവിൻ നിറമോഹം മനമറിയാതെ തിരയുകയോ നീ എൻ്റെ ഉള്ളം നിന്നിൽ ഞാൻ മൗനമായി അലിയും അനുരാഗം നിന്മേ തൊട്ടു പൂമേടത്തോറും കാറ്റായി ചേരാൻ തുടിക്കും മോഹം അരികിൽ പതിയിടനെഞ്ചെല്ലാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ നെഞ്ചെല്ലാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം മഴയേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി ആത്മാവേ കാശവീശുന്ന പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ ദൈവങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം വിവാഹ വാഗ്ദാനം നടത്തുവാനായിട്ട് ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അലസൂട്ടി ചേട്ടൻ്റെയും സഞ്ജന ചേച്ചിയും അവരുടെ മാതാപിതാക്കളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
കർത്താവെ അവരാരംഭിക്കുന്ന ആ ഒരു പുതിയ കുടുംബജീവിതത്തിൽ അങ്ങയുടെ പ്രത്യേകമായ കൃപയും കാരുണ്യവും ഉണ്ടാകുവാനായിട്ട് ഇടയാക്കണമേ. ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഒരു തിരുകുടുംബ മാതൃകയിൽ ഉള്ള ഒരു കുടുംബജീവിതം അവർക്ക് കെട്ടിപ്പടുക്കാനുള്ള വലിയ കൃപ അങ്ങയുടെ ആത്മാവിലൂടെ ഇവർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയുടെ സ്നേഹ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും ഇവരുടെ കുടുംബജീവിതം മുന്നേറുവാനായിട്ട് ഉള്ള വലിയ കൃപ അങ്ങ് പ്രദാനം ചെയ്യണമേ. അമ്മേ മാതാവേ, അമ്മയുടെ പരിശുദ്ധ ഹൃദയത്തിൽ ഇവരെ കാത്തു സംരക്ഷിക്കണമേ. അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം എന്നും ഇവരോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞുപോയോ. പൊന്നു കുഞ്ഞെ ദൈവസ്നേഹം മറന്നിടല്ലേ, ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി, ആത്മാവിന്റെ വീണമീട്ടി നിന്നെ തഴുകി. നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി, ആത്മാവിന്റെ വീണമീട്ടി നിന്നെ തഴുകി. ആരീരാരം പാടി പാടി നിന്നെ ഉറക്കി, നെഞ്ചുണർത്തും ചൂട് നൽകി നിന്നെ വളർത്തി. ഇത്ര നല്ല ദൈവത്തെ നീ മറന്നുപോയോ, ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ
സർവവും ലോകസുഖമോഹമെല്ലാം കടന്നു പോകും. ദേവാലയത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകളുണ്ടാകും. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച് ഇന്നേ ദിനം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ഈ രണ്ടുപേർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. വിവാഹം എന്ന കുലാശ വഴി ഇവരൊന്നാകാൻ വേണ്ടി ഒരുങ്ങുന്ന ദിനങ്ങളിലേക്കാണ് നാം പ്രത്യേകമായിട്ട് കടന്നു ചെല്ലുക. ആ നിമിഷം നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുന്നോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ തമ്പുരാന്റെ കൃപ വളരെ ആവശ്യമുള്ള ദിനങ്ങളാണ്. ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് മുമ്പോട്ടുള്ള ദിനങ്ങൾ, ഒരുക്കങ്ങൾ, അതോടൊപ്പം തന്നെ ഇവരുടെ ആഗ്രഹങ്ങൾ എല്ലാം തമ്പുരാന്റെ സന്നിധിയിലോട്ട് നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ കുലാശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. മാലാഖമാരായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് മോഹത്തിലേയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സർവ്വവും ഭൂമിയെ നിറഞ്ഞിരിക്കുന്നു. തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തെരഞ്ഞെടുത്ത റബാക്കിനെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അലക്സിനെയും റോസ്മിയെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടി വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. മക്കളെ വന്നിരുന്നവരെ ദൈവഭയങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? എന്റെ തിന്മയിൽ നിന്ന് ആവുകയും വ്യാജഭാഷത്തിൽ നിന്ന് അബദ്ധത്തെയും സൂക്ഷിച്ചുകൊള്ളുകയും അകൃതത്തിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഓടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളൊക്കെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അന്ന് സകലത്തെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അതോടെ അല്പശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൊണ്ടുകൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളുടെ ദാസന്മാർ എന്ന് വിടുകയില്ല. കാരണം യജമാനൻ ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെ വിളിച്ചു. എന്നാൽ എൻ്റെ പിതാവിന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്നും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുകയും കർത്താവേ, ദാസരേ, കരുണയുണ്ടാകണമേ.
കർത്താവേ ദാസരെ കരുണ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ ശ്രമത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. അലക്സ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ റോസ്മിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? റോസ്മി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ അലക്സിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ അലക്സിനെയും റോസ്മിയെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരണത്തിന്റെ വലങ്കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിൻ നാഥനായ മാറിയോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവത്തിന്റെ പരിപാലനയെ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റബാക്കിനെയും യാക്കോബിനെയും റഹാലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടി വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത നമ്മെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ
as sunlight, steady as flame. God wrote our story, and it won't fade away. Is it His love that binds us so near? A love so perfect, casting out fear. Unforgettable memories, we stand hand in hand. A promise forever, a life He has planned. Through valleys and mountains, through joy and through pain, unshaken together, in His name we vows like a melody, Sweet and divine, two hearts united by His grand design. the world fades around us, But His light will shine. is it His will that led us to this, a journey of faith, Sealed with His kiss. unforgettable memories, we stand hand in hand. A promise forever, a life He has planned. Through valleys and mountains, through joy and through pain, Unshaken together, in His name we Thank you.
is going to എന്താ പറയുക അവരുടെ ആ ഒരു ഫസ്റ്റ് എൻട്രി നടത്താൻ പോവാണ്. കമോൺ സഞ്ജന, അലക്സ്, നിങ്ങൾക്ക് പരസ്പരം റൊമാൻറ്റിക് ആയിട്ടൊക്കെ നോക്കി ഭയങ്കര രസമായിട്ട് സ്ലോ മോഷനിൽ അതാണ് നടന്നു വരാം. So here comes the brand new couple in town. Grand entry നടക്കുകയാണ്. And it is not just a walk. ഇത് ഒരു walk എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. It is a new chapter unfolding. The immediate family members, please take your front seats. Immediate family members എല്ലാം friends. Here we have a newly engaged couple looking absolutely gorgeous together. അവരവരുടെ ഒരു ഗ്രാൻഡ് എൻട്രി അങ്ങനെ നടത്തിയിരിക്കുകയാണ്. നമ്മുടെ ചെക്കനും പെണ്ണും സൂപ്പർ ഡ്യൂപ്പർ ലുക്കിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ഒത്തിരി പേര് ഇവരെ വിഷ് ചെയ്യാനും ഗ്രീറ്റ് ചെയ്യാനും ബ്ലെസ് ചെയ്യാനും ആയിട്ടൊക്കെ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം ഈ ഒരു ഇവന്റിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. താങ്ക് യു എവ്രി വൺ ഫോർ മേക്കിംഗ് ടൈം ഫോർ അവർ ഡിയറസ്റ്റ് കപ്പിൾ. So finally, May 11th, 2026 is going to mark a very special day in the lives of our dearest Sanjana and Alex. അല്ലേ, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല യെസ് പറഞ്ഞ ദിവസം. So congratulations on your new journey. സൂപ്പർ ആയിട്ടുണ്ട്. ആ ഒരു ഡ്രസ്സും കോസ്റ്റ്യൂമും അല്ലേ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന കാണാൻ സൂപ്പർ ആയിട്ടില്ലേ? നിങ്ങളൊന്നും പറയുന്നില്ലേ? ഞാൻ എന്റെ കൺഗ്രാറ്റുലേഷൻസും കോംപ്ലിമെന്റ്സും ഒക്കെ പറഞ്ഞു. മെയ്ഡ് ഫോർ ഈച്ച് അതർ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് പോരട്ടെ ഒരു സൂപ്പർ ഡ്യൂപ്പർ കയ്യടി ഫോർ ദിസ് ബ്രാൻഡ് ന്യൂ കപ്പിൾ ഇൻ ടൗൺ. കം ഓൺ, എല്ലാവരും കൂടെ ചേർന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. ഇനി ഇവരെ രണ്ടുപേരെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഇന്നത്തെ ആ ഒരു അവരുടെ ഒരു സ്പെഷ്യൽ ഡേയുടെ ഭാഗമായിട്ട് നമുക്ക് ഇവർക്ക് ഒരു മാസ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മളുടെ സൂപ്പർ സ്റ്റാർസ് ആണ്, നമ്മളുടെ ഹീറോയിനും ആണ് ഇന്നത്തേക്ക് മാത്രം കേട്ടോ. പിന്നെ കല്യാണത്തിന്റെ അന്നോട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സൂപ്പർ സ്റ്റാർസ് ഡിസേർവ് എ മാസ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യമേ ആരെ പരിചയപ്പെടുത്തണം നിങ്ങൾക്ക് ആഗ്രഹം? എനിക്ക് തോന്നുന്നത് സഞ്ജനയുടെ സൈഡിൽ നിന്നുള്ളവരാണ് ഇവിടെ കൂടുതലുള്ളത്. സോ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന പുതിയ മെമ്പറാണ് നമ്മുടെ അടിപൊളി ലുക്കിൽ നിൽക്കുന്ന നമ്മുടെ ഹീറോ. സോ എവ്രിബഡി ഫ്രം ബ്രൈറ്റ് സൈഡ് റെഡി അല്ലേ ടു വെൽക്കം ദ ന്യൂവസ്റ്റ് ഫാമിലി മെമ്പർ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് എ യെസ്. അപ്പോൾ ഞാൻ ആളുടെ പേര് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു സൂപ്പർ ഡ്യൂപ്പർ കയ്യടി കൊടുക്കാം. ആ സൈഡിൽ നിന്നുള്ളവർ ഗെറ്റ് റെഡി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹീറോയെ വെൽക്കം ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഹീറോ ഞാൻ പേര് പറയുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് വന്ന് എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കാം. സിമ്പിൾ അല്ലേ? ഓക്കെ, ഒരു ഷോ ഓഫ് ഇഷ്ടമുള്ള ചെയ്യാം. ഓക്കെ, ഇഷ്ടമുള്ള ചെയ്യാം, ഒരു ഹായോ എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹീറോ ഇവിടെ റെഡിയാണ് കേട്ടോ. നമ്മളെല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഹിയർ കംസ് our most handsome and charming groom to be ever, Mr. Alex Thomas. പോരട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അലക്സേ, ഇന്ന് സാധാരണ എല്ലാവരും പേര് വീട്ടുപേര് ഒക്കെ പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഒഫീഷ്യലി ഒരു പദവി കിട്ടി. ആരായിട്ട് പരിചയപ്പെടുത്തണം ഇന്ന്? ആരായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇവരുടെ മുൻപിൽ? അതെ, അങ്ങനെ വേണ്ട ഇന്ന് പരിചയപ്പെടുത്താൻ. ഫിയാൻസെ ഓഫ് സഞ്ജന സാബു. ഹി ഹെയിൽസ് ഫ്രം ദ പ്രസ്റ്റീജിയസ് തയ്യൽ ഫാമിലി പറഞ്ഞങ്ങാനം. ബിലവഡ് സൺ ഓഫ് മിസ്റ്റർ തോമസ് ജോസഫ് ആൻഡ് മിസസ് ലവ്ലി തോമസ്. By profession, he is a dedicated dentist owning his own dental clinic at Karigundam. ആള് ഡെന്റിസ്റ്റ് ആണ് കേട്ടോ. Yeah, that's about our hero. ഇനി ഇവിടെ സൂപ്പർ ആയിട്ട് സുന്ദരിയായിട്ട് ആരാ നിൽക്കുന്നത് നോക്കി. സോ എവ്രിബഡി ഫ്രം ഗ്രൂം സൈഡ് റെഡി അല്ലേ? ചെക്കൻ്റെ വീട്ടുകാരെല്ലാവരും റെഡിയാണോ ടു വെൽക്കം ദ ന്യൂവസ്റ്റ് ഫാമിലി മെമ്പർ? എനിക്കറിയാം ചെക്കൻ്റെ വീട്ടുകാർ ഇച്ചിരി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളുടെ ഹീറോയിന് ഒരു അടിപൊളി ക്ലാപ്പ് കൊടുക്കണം. ഞാൻ വെൽക്കം പറയുമ്പോൾ, ഞാൻ പേര് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ സഞ്ജന റെഡി അല്ലേ? ഇഷ്ടമുള്ള ചെയ്യാം ഫ്രണ്ടിലേക്ക് വന്നിട്ട് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ഹീറോയിൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. Here comes our most beautiful and prettiest bride to be ever, Miss Sanjana Sabu. പോരട്ടെ ഉഷാറുള്ള കൈകൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. ഇനി സഞ്ജന പറഞ്ഞു ഞാൻ ആരായിട്ടാ പരിചയപ്പെടുത്തണ്ടേ? ഫിയാൻസി ഓഫ് സഞ്ജന. ഫിയാൻസി ഓഫ് അലക്സ് തോമസ്.
Exactly, fiancé of Alex Thomas. She hails from the respected Mulekunnathu Arakkaparambil family, Manar. Proud daughter of Mr. Sabu Matai and Mrs. Jomol Sabu. She is a loving sister to Sachin Sabu. Sanjana is a passionate pediatric dentist who brings smiles to little faces and also a proud senior lecturer in Al-Azhar Dental College, Thodupuzha. That's about our heroine. ഇനി എനിക്കറിയാം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്കൊക്കെ ബോറടിക്കുന്നുണ്ടെന്ന്. നമുക്ക് ഇവരോട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പെട്ടെന്ന് ചോദിക്കാം കേട്ടോ. സഞ്ജന, എന്നാണ് വിശേഷം? സുഖാണ്, ഹാപ്പിയാണ് അല്ലേ? ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ദിവസമാണ്. ശരി, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അലക്സിനെ പറ്റി ഒരു 2 വാക്ക് പറയാൻ പറഞ്ഞാൽ സഞ്ജന എന്നാ പറയും? ഇവിടെ ഒരാൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ, അതൊന്നും പറ്റില്ല. സഞ്ജനയ്ക്ക് തോന്നുന്നത്, സഞ്ജനയ്ക്ക് എന്താ പറയാ, ഹീസ് മൈ മാൻ, ഹീസ് മൈ സോൾമേറ്റ് എന്നൊക്കെ തോന്നിയ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അത് സൂപ്പർ സ്പെഷ്യലായിട്ട് അലക്സ് നല്ല കൺവിൻസിങ് ആണ്, നല്ലതായിട്ട് കൺവിൻസ് ചെയ്യും, നന്നായിട്ട് കൺവിൻസ് ചെയ്ത് എടുക്കുന്ന ഒരാളാണ് എന്നാണ്. ആണോ? സത്യമാണോ? അങ്ങനെ തന്നെയാണെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ച് അലക്സിനോടും കൂടെ ചോദിക്കണം. അലക്സെ പറഞ്ഞോ, സഞ്ജന പറ്റി. സഞ്ജന ഓഫ് കോഴ്സ് സുന്ദരിയാണ്, നല്ല ശരിയാണ്. ഇതൊന്നും അല്ലാതെ വൈ സഞ്ജന എന്നൊക്കെ ചോദിച്ചാൽ, അതായത് ഔട്ട് ഓഫ് ഓൾ ദ ഗേൾസ് ഇൻ ദ വേൾഡ് വൈ സഞ്ജന എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അലക്സ് പറയുന്നത്? നല്ല കെയറിംഗ് ആണ്, നല്ല കെയറിംഗ് ആണ്, ഭയങ്കര പാവമായിട്ടുള്ള, ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് സഞ്ജന എന്നാണ് പറയുന്നത്. അപ്പോൾ എനിവേസ് അടിപൊളിയായിട്ട് പോട്ടെ കേട്ടോ. വിഷിംഗ് യു വെരി ഹാപ്പി ഫാബുലസ് ഫ്യൂച്ചർ ടുഗെദർ. എന്താ പറയുക, നമുക്ക് നമ്മുടെ ലൈഫിൽ ഒത്തിരി അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടാവും. ഈ അപ്സിലും ഡൗൺസിലും ഒക്കെ നിങ്ങൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്തും ഈ പറഞ്ഞ പോലെ കെയർ ചെയ്തും എൻകറേജ് ചെയ്തും ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ. വിഷിംഗ് യു വെരി ഹാപ്പി ആൻഡ് ഫാബുലസ് ഫ്യൂച്ചർ ടുഗെദർ ഓർക്കൊണ്ട്. അപ്പോൾ വിതൗട്ട് ക്വസ്റ്റനിലെ 2 പേരുടെയും ചിയർ ലീഡേഴ്സിനെ ഒക്കെ വെൽക്കം ചെയ്യാനുള്ള ടൈമാണ്. ആദ്യം തന്നെ ഐ ആം ഹാപ്പിലി ടേക്കിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഇൻവൈറ്റ് നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജനയുടെ പേരൻസ് മിസ്റ്റർ സാബു മത്തായി ആൻഡ് മിസ്സസ് ജോമോൾ സാബു ഓൺ ടു ദ സ്റ്റേജ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് അങ്കിൾ ആൻറ്റി സെൻറ്റർ പാത്വയിലൂടെ ഒരുമിച്ച് കൈയൊക്കെ പിടിച്ച് അങ്കിൾ തന്നെ വന്നോ? അങ്കിൾ ബഹുമാനപ്പെട്ട മോഹൻസ് ജോസഫ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വിത്ത് ഓൾ മൈ റെസ്പെക്ട് ഞാൻ വെൽക്കം ചെയ്യണം. താങ്ക് യു സാർ ഇവിടെ എത്തിയതിൽ നമ്മുടെ കപ്പലിന് വേണ്ടിയിട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട് ഫോർ ദാറ്റ്. സഞ്ജനയുടെ പേരൻസിനെ നമ്മൾ വെൽക്കം ചെയ്യാണ്. അങ്കിൾ ആൻറ്റി കൈയൊക്കെ പിടിച്ച് ഒരുമിച്ച് റൊമാൻറ്റിക് ആയിട്ട് ഈ സെന്റർ പാത്വയിലൂടെ കയറി വരാം കേട്ടോ. കൈയൊക്കെ പിടിച്ചതാ. നിങ്ങളും ഹീറോയും ഒക്കെ തന്നെയാണ്. ഇവരുടെ ലൈഫിലെ ഹീറോയിനൊക്കെയാണ് ഈ വരുന്നത് അല്ലേ? ബിഹൈൻഡ് ദ സീൻസ് ഉള്ള ഹീറോ ആൻഡ് ഹീറോയിനസ് ഹിയർ. സഞ്ജനയുടെ ഫാദർ ഇസ് എ വെൽ നോൺ ബിസിനസ്മാൻ and also actively involved in public service and politics, and mother, she is successfully running her own business. Now ഇനി ആരുടെ ചാൻസ് ആണ്? ഉറപ്പായിട്ടും നമ്മുടെ അലക്സിന്റെ സൈഡ് അങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കാണ്. സോ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അലക്സിന്റെ അമേസിംഗ് പേരൻസിനെ വെൽക്കം ചെയ്യാണ്. മിസ്റ്റർ തോമസ് ജോസഫ് ആൻഡ് ലവ്ലി. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അലക്സിന്റെ പാപ്പനെയും അമ്മയെയും ആണ് കേട്ടോ നമ്മൾ വെൽക്കം ചെയ്യുന്നത്. ഈ അലക്സ് അങ്ങനെയാണ് വിളിക്കുന്നത് കേട്ടോ. So Alex's father, he is passionately engaged in plantation and agricultural ventures, and mother എല്ലാമാണ് വീട്ടിലെ കേട്ടോ. ദ ബെസ്റ്റ് കുക്കാണ്, ഫാമറാണ്, ടീച്ചറാണ്, അങ്ങനെ ഒരു ഡിവോട്ടഡ് ഹോം മേക്കറാണ് അലക്സിന്റെ അമ്മ. ബാക്ക് ബോൺ എന്നൊക്കെ പറയാം. ഇവരോട് കൂടെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ഒരാളും കൂടെ ഉണ്ട്. അത് മറ്റാരുമല്ല, സഞ്ജനയുടെ അമ്മയുടെ അനിയത്തിയാണ് ജൂലിയാന ജോസഫ് ഓൺ ടു ദ സ്റ്റേജ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് വി ആർ വെൽക്കമിങ് സഞ്ജനയുടെ അമ്മയുടെ അനിയത്തിയെ വെൽക്കം ചെയ്യാണ്. ചെറുപ്പം മുതലേ സഞ്ജനയുടെ വളർത്തിയതും സഞ്ജനയുടെ മേജർ സപ്പോർട്ടായിരുന്നു ആൻറ്റിനെ വെൽക്കം ചെയ്യാണ്. ഹിയർ കംസ് ജൂലിയാന ജോസഫ്.
സഞ്ജനയുടെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. ഓക്കെ, നൗ നമ്മൾ വെൽക്കം ചെയ്യുന്നത് സഞ്ജനയുടെ പപ്പേനെ ചെറുപ്പത്തിൽ ഒരുപാട് ടേക്ക് കെയർ ചെയ്തിട്ടുള്ള സഞ്ജനയുടെ പപ്പയുടെ മൂത്ത സിസ്റ്ററിനെയും രണ്ടാമത്തെ സിസ്റ്ററിനെയും മേരി ആൻറ്റീനെയും എൽസി ആൻറ്റീനെയും നമ്മൾ വെൽക്കം ചെയ്യാണ്. സഞ്ജനയുടെ പപ്പയുടെ സപ്പോർട്ടിംഗ് പില്ലേഴ്സ് ആയിട്ടുള്ള മേരി ആൻറ്റീനെയും എൽസി ആൻറ്റീനെയുമാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും അടിപൊളി ഡ്രസ്സിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, നൗ നമുക്ക് അലക്സിന്റെ സൈഡിൽ നിന്ന് അലക്സിന്റെ പപ്പയുടെ ചേട്ടനെയും വൈഫിനെയും നമ്മൾ വെൽക്കം ചെയ്യാണ്. അലക്സിന്റെ പേരപ്പനെയും പേരമ്മയെയും വെൽക്കം ചെയ്യുന്നു. ജോണി അങ്കിൾ ആൻഡ് ആൻസി ആൻറ്റി. അലക്സിന്റെ ചേച്ചി അമ്മയെയും അക്കിനെയുമാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. ഇവിടില്ലേ? സന്തോഷമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എനിക്കറിയാം മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും എന്നുള്ളത്. സന്തോഷമാണോ, സങ്കടമാണോ, അഭിമാനമാണോ എന്നെ പറഞ്ഞാലും അല്ലേ? അല്ലേ? ദേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ചെറിയ പയ്യൻ വളർന്ന് വലുതായി, കല്യാണമായി അല്ലേ? ചെറിയ കൊച്ച് വളർന്ന് വലുതായി. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ സംഭവിച്ചോ എന്നുള്ള ഒരു ഇതിലാണ്. എനിവേസ്, ഫാമിലി ഈസ് ഗെറ്റിംഗ് ബിഗർ. ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബ്യൂട്ടിഫുൾ മൊമെന്റ്സിന് നമ്മളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. ഇനി ഈ ഒരു ബിഗസ്റ്റ് സപ്പോർട്ടിനോടൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ഒരാളും കൂടെ ഉണ്ട്. അതാരാന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു ക്ലൂ തരാവേ. ഒരു സുന്ദരനാണ് അല്ലേ? ആ, സുമുഖനാണ്. ആണോ? അല്ലേ? നിങ്ങൾ എന്നാന്ന് പറയാത്തെ? അപ്പൊ നമ്മളെല്ലാവരും കൂടെ വെൽക്കം ചെയ്യാണ് സഞ്ജനയുടെ ഒരേ ഒരു ബ്രദർ സച്ചിൻ സാബു കൊണ്ട് സ്റ്റേജ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ സച്ചിനെ സെൻട്രൽ പാത്തയിലൂടെ വേണം തരാൻ കേട്ടോ. വേണ്ടതാണ്. സച്ചിന് ഇച്ചിരി എളിമ കൂടുതലാണ്. ഓക്കെ, സച്ചിൻ്റെ അടിപൊളിയായിട്ട് ഇതെല്ലാം ഈ ഒരു ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സഞ്ജനയ്ക്ക് വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്തതും അറേഞ്ച് ചെയ്തതും ഒക്കെ ബ്രദറാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ ഔട്ട്. എന്നെയും ഹെൽപ്പ് ചെയ്തത് സഞ്ജനയുടെ ബ്രദറാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഹി വാസ് വർക്കിംഗ് വിത്ത് ഹിന്ദുസ്ഥാൻ എഡ്യൂക്കേഷൻ ആൻഡ് നൗ ഹി ഈസ് റണ്ണിങ് ഹിസ് ഓൺ സക്സസ്ഫുൾ ബിസിനസ്. സോ ദാറ്റ്സ് അബൌട്ട് ദ ഹോൾ ഫാമിലി. അപ്പോൾ ഈ സന്തോഷം നിറഞ്ഞ നിമിഷം നമുക്കൊന്ന് ക്യാപ്ചർ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവാം. എല്ലാവർക്കും ഒന്ന് ക്ലോസ് ആയിട്ട് നിൽക്കാം കേട്ടോ. ഫാമിലി മെമ്പേഴ്സ് പ്ലീസ് എല്ലാവരും ഒന്ന് ചേർന്ന് ക്ലോസ് ആയിട്ട് ഒരൊറ്റ ഫാമിലി ഫോട്ടോ എടുത്തിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും സ്റ്റേജിലേക്ക് നോക്കാം. ഇന്നത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഒരു ലവ്ലി ബ്യൂട്ടിഫുൾ ഫാമിലി പിക്ചർ. ഇവിടെ രണ്ട് ഹൃദയങ്ങൾ മാത്രമല്ല ഒന്നിക്കുന്നത്, പിന്നെയോ രണ്ട് കുടുംബങ്ങൾ കൂടിയാണ് അല്ലേ? മാരേജ് is a fusion of two hearts, harmony of two souls, and most importantly union of two families. And here comes a completely new family. ഇവിടെ ഒരു പുതിയ കുടുംബമാണ് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും വിശ്വസും ഒക്കെ ദ ഹോൾ ഫാമിലിയോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഇവരുടെ ലൈഫിൽ തന്നെ പുതിയ ഡിസിഷനാണ്, വലിയൊരു ജേർണിയാണ്, ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂ കമ്മിറ്റ്മെൻറ്റ്. സോ ലെറ്റ്സ് കീപ് ദ ഹോൾ ഫാമിലി ഇൻ അവർ പ്രയേഴ്സ്. കൺഗ്രാജുലേഷൻസ് ടു ദ ഹോൾ ഫാമിലി. ഓക്കെ, അപ്പോൾ സഞ്ജന, അലക്സ്, ഇത്ര നാളത്തെ ലൈഫ് അടിപൊളിയായിരുന്നു. ഇനി അതിലും സൂപ്പർ ആവട്ടെ കേട്ടോ, അതിലും അടിപൊളിയാവട്ടെ മുൻപോട്ടുള്ള ലൈഫ് എന്ന് വിഷ് ചെയ്തുകൊണ്ട് വി ആർ മൂവിങ് ഓൺ ടു ദ ഒഫീഷ്യൽ സെറമണീസ് ഓൺ സ്റ്റേജ്. സ്റ്റേജിലെ ഒഫീഷ്യൽ സെറമണീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ഫസ്റ്റ് വി ഹാവ് ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണി. ഇവരുടെ ലൈഫിലെ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ദീപം തെളിയിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പറഞ്ഞ പോലെ അറിയാലോ, ഒപ്പം പ്രാർത്ഥിക്കുകയും വേണം കേട്ടോ. യെസ്, ഫാമിലി എല്ലാവർക്കും ചേർന്ന് നിൽക്കാം പ്ലീസ്. എല്ലാവർക്കും ഒന്ന് ചേർന്ന് ഹോൾഡ് ഓൺ. എല്ലാവരും ഒന്ന് ക്ലോസ് ആയിട്ട് വന്നോട്ടെ. എല്ലാവരും ക്ലോസ് ആയിട്ട്. സോ യാ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ഓൺ അവർ ഡിയറസ്റ്റ് സഞ്ജന ആൻഡ് അലക്സ്. ഓക്കെ, ഇനി ഈ സൈഡിലുള്ള ക്യാൻഡിൽ ഫാമിലി എല്ലാം ചേർന്ന്, ഈ സൈഡിലുള്ള ക്യാൻഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് തെളിയിക്കാം കേട്ടോ. ജോയിൻ ചെയ്യാം അവരോടൊക്കെ ചേർന്ന് നിന്നോ. Here comes the joining of two families. ഇനി അപ്പുറത്തെ സൈഡിലുള്ള ക്യാൻഡിൽ സഞ്ജനയുടെ ഫാമിലി എല്ലാം ചേർന്ന് ലൈറ്റ് ചെയ്യാം. May this light guide you through each and every step of your journey, filling your lives with love and happiness. ഈ ഒരു ഫാമിലിയുടെ തന്നെ ടുഗെദർനെസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണല്ലേ ഈ ഒരു ദീപം തെളിയിക്കൽ. ഇവരുടെ ലൈഫിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴും let us all wish that they are happy for what they created, for what they have lived,
ആ ഒരു പ്രാർത്ഥനയോടുകൂടി വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെറമണി. അപ്പോൾ എന്താ പറയുക, ഇപ്പം സംതിങ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി വാട്ട് അബൌട്ട് സംതിങ് സ്വീറ്റ് ആയാലോ? അല്ലെങ്കിൽ സന്തോഷം വന്നിരിക്കുമ്പോൾ നമുക്ക് കേക്ക് കഴിക്കണ്ടേ? അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ വി ആർ മൂവിങ് ഓൺ ടു ദ സ്വീറ്റസ്റ്റ് മൊമെന്റ്സ് ഓഫ് ദ ഡേ, വിച്ച് ഇസ് നൺ അതർ ദാൻ ദ കേക്ക് കട്ടിംഗ് സെറമണി. ഇവരുടെ ലൈഫിലെ ഒത്തിരി മധുരം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ബ്ലെസ്സിങ്സ് നിറഞ്ഞ മൊമെന്റ്സിൻ്റെ ഒരു തുടക്കം ഇവിടെ നിന്നാവട്ടെ എന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് കടക്കുകയാണ്. Come on, നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. 3, 2, 1 and here we go. Congratulations Sanjana, Alex. Wishing you lots of happiness, love. ഒരുമിച്ച് കൊടുക്കാം കേട്ടോ, ഒരുമിച്ച് അറ്റ് എ ടൈം ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വലിയ പീസ് ആരാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ സ്നേഹം എന്നാണ് കേട്ടോ. ഒരുമിച്ച് കൊടുക്കാം. Okay, here's to many more layers of love, happiness and sweet memories, and may this be the first of all the sweet moments you share in your life together. The wine is a universal symbol of richness of life and sweetness of love. And on this joyous occasion, it is appropriate to toast life with this ancient symbol. നമുക്ക് അടുത്തതായിട്ട് wine toasting ceremony ആണ്. A beautiful tradition that signifies the love and unbreakable bond between these souls. So after this cake share ചെയ്തതിന് ശേഷം let's have the siblingsനെ ക്ഷണിക്കാണ് കേട്ടോ. ബ്രദറിന് ഹാൻഡ് ഓവർ ചെയ്യണേ. ശരി, ഹാൻഡ് ഓവർ ചെയ്യാം. ഒഫീഷ്യലി വെൽക്കം ചെയ്തിരിക്കുകയാണ് കേട്ടോ ഫാമിലിയിലേക്ക് അലക്സിനെ. ഓക്കെ, ഇനി ഓഡിയൻസിന് നേരെ ഒന്ന് റൈസ് ചെയ്യാം. ഗ്ലാസ് ഓഡിയൻസിന് നേരെ നമുക്ക് എല്ലാവർക്കും ഒരു ചിയേഴ്സ് പറയണ്ടേ? ടു സഞ്ജന, ടു അലക്സ് ആൻഡ് ടു ദെയർ ഹാപ്പി മാരീഡ് ലൈഫ്. ചിയേഴ്സ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പരസ്പരം ഒരു ചിയേഴ്സ് പറഞ്ഞ് യു ക്യാൻ എൻജോയ് ഇറ്റ്. കൈ ക്രോസ് ചെയ്ത് കൈ ക്രോസ് ചെയ്ത് ഒന്നും പ്രേമിച്ചുകൊണ്ടേയിരിക്കുക. ടു ദ ഒഫീഷ്യൽ സെറമണീസ് ഓൺ സ്റ്റേജ്. എനിക്കറിയാം ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൈയടിക്ക് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇനി ചോദിക്കത്തില്ല കേട്ടോ. ഫോർ ദ ലാസ്റ്റ് ടൈം ഫോർ ദിസ് കപ്പിൾ ആൻഡ് ടു ദ ഹോൾ ഫാമിലി നമ്മൾ എല്ലാവരോടും ഒരു ഹാപ്പി മാരീഡ് ലൈഫ് അറിയിച്ചുകൊണ്ട് ഫാമിലി മെമ്പേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഫാമിലി ഫോട്ടോസ് എടുത്തിട്ട് ഇറങ്ങാം. സെപ്പറേറ്റ് ഫാമിലി ഫോട്ടോസ് എടുത്തിട്ട് ഓരോ നോക്കിൽ എന്നെ ഞാൻ മറന്നു നിന്നുവോ, ഓരോ വാക്കിൽ വെണ്ണിലാവ് പെയ്തിടുന്നുവോ, താനേ തമ്മിൽ ഒന്നുരുമ്മിയോ, ഏതോ നാണം മഞ്ഞു തൂവിയോ, നീ എൻ കൺപീലിയാകുമോ, വീണയാകുമോ, നീ എന്നുൾ താളമാകുമോ, പാടുമെന്ന്
na 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 boom, ta na 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 na. പാതിരാമുല്ലകൾ പൂവിടും മാരിവിൽ മെയ്യുമീ കൊട്ടിലായി എന്നിലെ ചില്ലയിൽ മഞ്ഞുനീർ തുള്ളിയായി പെയ്യുമോ മെല്ലെ നീ ചെമ്പക ചുണ്ടിലെ തേൻകുടം ഒന്നിതൻ കുമ്പിളിൽ തൂകുമോ ലോലമായി കാതിലൊന്നീണം മുളുമോ കുഞ്ഞു തെന്നലെ ഒന്നിളം വെയിൽ വിരൽ നിറം കുടഞ്ഞുമോ നിന്നെനിയാകുന്നില്ലേ ചുരുൾ കടൽ സ്വയം മെടഞ്ഞതോ എൻ മനം ഇതിൽ മലർക്കുടം പൊഴിഞ്ഞുവോ നീ ഒന്ന് പുഞ്ചിരിച്ച് ചാരത്ത് വന്നു നിൽക്കവേ വെള്ളിനൂലിൽ കുരുത്ത പോലെ നാം ഒന്നു ചേർന്നിരിക്കവേ പാടുമെന്ന് ാകുമോ നീ എന്നുൾ താളമാകുമോ പാടുമെന്ന് തനാന തനാന തും 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 തനാന തനാന തും. I could see it in your eyes from the moment we first met. There was something different about you. I couldn't see myself without you. Now I know what it is that makes me love you like I do. It's all that I've been longing for. I don't have to look for it anymore. You give me something to believe in, a hope that I can build on, a trust and a devotion. I'm caught up in emotion. Will I walk beside you? Will I give my heart away? Will I hold you in my arms at night? Will I bow my head and pray? Will I promise to be faithful? Will I do this every single day? Will I be there to protect you? Will I keep the vow I made? Will I give you all of my love? I say yes to all of the above. You can see it in my eyes. ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീലനിലാവുണ്ടോ കണ്ണേ ആകാശം
It gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep. You know that's all you need. Describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine. And when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release. You know that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to dream. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align
as they intertwine. You break my heart wide open. Baby, you know that I won't mind. We get no rest till the sunrise. Until you make me fall in love again as light shows your face.